വിശ്വാസനായകന പൂർത്തി വരുത്തുന്നിൻ യേശുവിങ്കൽ വചനപാത വചനപാത വചനപാത. സ്തോത്രം സ്തോത്രം. നമുക്ക് പ്രാർത്ഥിക്കാം. സ്വർഗീയപിതാവേ, ഈ അനുഗ്രഹിക്കപ്പെട്ട ദിവസത്തിനായി ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. കർത്താവ് പറഞ്ഞു, മനുഷ്യപുത്രൻ്റെ മാംസം തിന്നാതെയും അവൻ്റെ രക്തം കുടിക്കാതെയും ഇരുന്നാൽ നിങ്ങൾക്ക് ഉള്ളിൽ ജീവനില്ല. എൻ്റെ മാംസം തിന്നുകയും എൻ്റെ രക്തം കുടിക്കുകയും ചെയ്യുന്നവന് നിത്യജീവനുണ്ട്. ഞാൻ ഒടുക്കത്തെ നാളിൽ അവനെ ഉയർത്തെഴുന്നേൽപ്പിക്കും എന്നരുളി ചെയ്ത ജീവനുള്ള പരിശുദ്ധ പിതാവേ, എന്നെ തിന്നുന്നവൻ എന്മൂലം ജീവിക്കുമെന്ന് അരുളി ചെയ്ത കർത്താവായ യേശുവേ, അവിടുത്തെ പരിശുദ്ധമായ രക്തത്തിൻ്റെ അത്ഭുതകരമായ കൃപ അനുഭവിപ്പാൻ ഞങ്ങൾക്കിന്ന് ഭാഗ്യം തരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ പെസഹായുടെ ദിവസം അവിടുത്തെ അത്ഭുതകരമായ സാന്നിധ്യത്തിൻ്റെ മറവിൽ ഞങ്ങൾ ഓരോരുത്തരെയും മറയ്ക്കണമേ.
നാനാദേശങ്ങളിൽ ഇരുന്നു കൊണ്ട് ഈ തിരുവചനം ശ്രവിച്ചുകൊണ്ടിരിക്കുന്ന ഓരോരുത്തരുടെയും മേലും കർത്താവേ, അവിടുന്ന് അറുക്കപ്പെട്ട കുഞ്ഞാടിൻ്റെ രക്തം തളിച്ച് ഓരോരുത്തരെയും അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. നിത്യജീവൻ്റെ അവകാശികളാക്കി തീർക്കണമേ. കുടുംബം കുടുംബമായി അനുഗ്രഹിക്കണമേ. ദേശം ദേശമായി അനുഗ്രഹിക്കണമേ. അവിടുന്ന് ഞങ്ങൾക്കെന്ന കൂടിവരവിനും കൂട്ടായ്മയ്ക്കുമായി ഞങ്ങളങ്ങേ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു കർത്താവേ. അവിടുത്തെ വരവിങ്കൽ വിശുദ്ധന്മാർ പറന്നുയരുമ്പോൾ ഞങ്ങൾക്കും അവിടുത്തെ സന്നിധിയിലേക്ക് പറന്നുയരുവാൻ തക്കവണ്ണം ഭാഗ്യം നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. വചനം കേൾക്കുന്ന ഓരോരുത്തരുടെ മേലും തൃക്കരം വരണമേ, അനുഗ്രഹിക്കണമേ, ആശീർവദിക്കണമേ. ക്രിസ്തുവിൻ്റെ രക്തത്തിൻ്റെ തളിപ്പനുഭവിച്ചുകൊണ്ട് ഓരോരുത്തർക്കും ജയശാലികളായി ക്രിസ്തുവിനെ സാക്ഷിച്ചുകൊണ്ട് ജീവിപ്പാൻ തക്കവണ്ണം കർത്താവെ അവിടുത്തെ സ്നേഹം ഓരോരുത്തരിലേക്കും വ്യാപരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. രോഗികളെ സൗഖ്യമാക്കണമേ, ബന്ധനത്തിലായിരിക്കുന്നവരെ വിടുവിക്കണമേ. സൗഖ്യദായകമായ തൃക്കരം ഓരോരുത്തരുടെ മേലും വെക്കണമേ കർത്താവെ. യേശുവെ, അടിയനെ വിശുദ്ധീകരിച്ച ക്രൂശിൻ്റെ മറവിൽ മറയ്ക്കണമേ. സ്വർഗത്തിൻ്റെ അനുഗ്രഹീതമായ വചനത്തിൻ്റെ വാക്താക്കളായി തലമുറ ജീവിപ്പാൻ അടിയങ്ങൾക്ക് ഓരോരുത്തർക്കും ഭാഗ്യം നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. യേശുവെ, ക്രൂശിലെ രക്ഷ ലോകം തിരിച്ചറിയുവാൻ തക്കവണ്ണം അവിടുന്ന് ഒരുക്കിയത് രക്ഷ കർത്താവ് എല്ലാവരും കണ്ടെത്തുവാൻ തക്കവണ്ണം ഭാഗ്യം നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. അവിടുത്തെ മുറിഞ്ഞ പാദപീഠത്തിലേക്ക് അടിയങ്ങളെ ഓരോരുത്തരെയും താഴ്ത്തി ഏൽപ്പിക്കുന്നു. അവിടുത്തെ പരിശുദ്ധമായ നാമം മാത്രം മഹത്വപ്പെടുവാൻ ഇടയാക്കണമേ. യേശുക്രിസ്തുവിൻ്റെ അൻപുള്ള നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. കൃപയോട് കേട്ട് ഉത്തരമല്ലുമാറാകണമേ. ആമീൻ. സ്തോത്രം. ദൈവ തിരുനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. കർത്താവായ യേശുക്രിസ്തുവിൻ്റെ പരിശുദ്ധമായ നാമത്തിൽ എല്ലാവർക്കും സ്നേഹവന്ദനം അറിയിക്കുകയാണ്. പെസഹായുടെ അനുഗ്രഹീതമായൊരു ദിവസം. കൊരിന്ത്യ ലേഖനം 1 കൊരിന്ത്യർ 5-ാം അധ്യായം 7-8 വാക്യങ്ങൾ ഇപ്രകാരം: നിങ്ങൾ പുളിപ്പില്ലാത്തവരായിരിക്കാൻ തക്കവണ്ണം പുതിയ പിണ്ഡം ആകേണ്ടതിന് പഴയ പുളിമാവിനെ നീക്കിക്കളവീൻ. നമ്മുടെ പെസഹാ കുഞ്ഞാടും അറുക്കപ്പെട്ടിരിക്കുന്നു, ക്രിസ്തു തന്നെ. ആകയാൽ നാം പഴയ പുളിമാവ് കൊണ്ടല്ല, തിന്മയും ദുഷ്ടതയുമായ പുളിമാവ് കൊണ്ടല്ല, സ്വച്ഛതയും സത്യവുമായ പുളിപ്പില്ലായ്മ കൊണ്ട് തന്നെ ഉത്സവം ആചരിക്കാം. നമ്മുടെ പെസഹാ കുഞ്ഞാടും അറുക്കപ്പെട്ടിരിക്കുന്നു, ക്രിസ്തു തന്നെ. കർത്താവായ യേശുക്രിസ്തുവിൻ്റെ പെസഹായുടെ ദിവസം നമുക്ക് തരുന്നതായ അനുഗ്രഹീതമായ ദൂതാണ് യേശുക്രിസ്തുവിൻ്റെ ക്രൂശ് രക്ഷ. നമുക്ക് ഓരോരുത്തർക്കും ജീവനുള്ള ദൈവം ഉത്സവം ആചരിക്കുവാൻ തക്കവണ്ണം സ്വർഗത്തിലെ ദൈവം നമ്മോട് കരുണ ചെയ്തിരിക്കുന്നു. നമ്മുടെ ജീവിതത്തിൽ നിന്ന് സങ്കടങ്ങളും ദുഃഖങ്ങളും ഭാരങ്ങളും മാറി ജീവനുള്ള ദൈവത്തെ സത്യത്തിലും ആത്മാവിലും ആരാധിപ്പാൻ തക്കവണ്ണം ഉത്സവത്തിൻ്റെ ദിവസമാണ് പെസഹായുടെ ദിവസം. എങ്ങനെയാണ് ഉത്സവം ആചരിക്കേണ്ടത്? പുളിപ്പില്ലായ്മ കൊണ്ട് നാം ഉത്സവം ആചരിക്കണം. ഇവിടെ പുളിപ്പ് എന്ന് പറയുന്നത് ദുഷ്ടതയെ കാണിക്കുന്നു, പാപത്തെ കാണിക്കുന്നു. തിന്മയും ദുഷ്ടതയുമായ പുളിമാവ് കൊണ്ടുമല്ല, സ്വച്ഛതയും സത്യവുമായ പുളിപ്പില്ലായ്മ കൊണ്ട് തന്നെ ഉത്സവം ആചരിക്കണമെന്ന് ദൈവത്തിൻ്റെ വചനം നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. പഴയ പുളിമാവിനെ നീക്കിക്കളഞ്ഞ് യഹൂദന്മാർ നമുക്കറിയാം, അന്ന് തലേ ദിവസത്തെ പുളിച്ചതായ പുളിമാവ് കൊണ്ടാണ് പിറ്റേ ദിവസം പുളിപ്പിക്കുന്നത്. എന്നാൽ പുളിപ്പില്ലാത്ത അപ്പത്തിൻ്റെ പെരുന്നാൾ പഴയതെല്ലാം നീക്കിക്കളയുകയാണ്. പഴയ പുളിച്ചതായി എല്ലാം ഭവനത്തിൽ നിന്ന് എടുത്ത് കളയുകയാണ്. എന്നതുപോലെ നമ്മുടെ ജീവിതത്തിലുള്ള പഴയ സ്വഭാവത്തോടെ എന്നേക്കുമായി യാത്ര പറഞ്ഞുകൊണ്ട് ക്രിസ്തുവിനോടുള്ള സ്നേഹത്തിലും വിശുദ്ധിയിലും ഏകാഗ്രതയിലും ജീവിക്കുവാൻ തക്കവണ്ണം ദൈവം നമ്മെ ഉദ്ബോധിപ്പിക്കുകയാണ്. ദൈവമക്കളെ, നമ്മുടെ ജീവിതത്തിൽ പഴയതായ തിന്മ, കോപമുണ്ട്, വാശിയുള്ള ജീവിതം, പിണക്കവും കയ്പുമുള്ള ജീവിതം, ഈ എല്ലാം മാറി നമ്മുടെ ഹൃദയത്തിൽ സ്വച്ഛമായൊരു ജീവിതം, സത്യത്തിലും വിശുദ്ധിയിലുമുള്ള ജീവിതം നയിക്കുവാൻ കർത്താവ് നമ്മെ ഉദ്ബോധിപ്പിക്കുകയാണ്. പെസഹ വിശുദ്ധിയുടെ ആരാധനയാണ്. പെസഹ പാപത്തിൽ നിന്നുള്ള സ്വാതന്ത്ര്യത്തിൻ്റെ പെരുന്നാളാണ്. പഴയതിനെ നീക്കിക്കളയുന്നു. ദൈവത്തിൻ്റെ വചനം പറയുന്നു, പഴയ മനുഷ്യനെ അവൻ്റെ പ്രവൃത്തികളോടുകൂടെ ഉരിഞ്ഞു കളഞ്ഞു, പുതിയ മനുഷ്യനെ ധരിക്കുന്ന അവസ്ഥ, ക്രിസ്തുവിനെ ധരിക്കുന്നതായ അവസ്ഥ. ഈ ഭാഗ്യകരമായ അവസ്ഥ ലഭിക്കുമ്പോഴാണ് നമ്മുടെ ഉള്ളിൽ സ്തുതി ലഭിക്കുകയുള്ളൂ, ഉത്സവം ആഘോഷിക്കുവാൻ നമുക്ക് സാധിക്കൂ. സ്തുതിയുടെ ആരാധനയുടെ ജീവിതം നമ്മുടെ ജീവിതത്തിൽ പെസഹായിലൂടെ നമുക്ക് പ്രാപിച്ചെടുക്കേണ്ടിയിരിക്കുന്നു. പിതാക്കന്മാർ പാടി, നിന്നെ സ്തുതിയും ഹല്ലേലൂയായും കർത്താവെ ഞാൻ നിർത്തരുതേ. അത്യുന്നതങ്ങളിൽ സ്വർഗീയ മാലാഖമാർ സ്തുതിക്കുന്നത് പോലെ ബലഹീനരും പാപികളുമായ ഞങ്ങളും നിന്നെ സ്തുതിക്കുന്നു. പ്രിയപ്പെട്ടവരെ, നീതിമാന്മാരുടെ കൂടാരങ്ങളിൽ ഉല്ലാസത്തിൻ്റെയും ജയത്തിൻ്റെയും ഘോഷമെന്ന് പരിശുദ്ധ റൂഹ പാടി.
പാപം ജീവിതത്തിൽ നിന്ന് മാറുമ്പോൾ മാത്രമേ നമുക്ക് ദൈവത്തെ സ്തുതിക്കുവാൻ കഴിയും. അപ്പോൾ മേലാം ഉറുസ്ലേം വാതിലുകൾക്കുള്ളിൽ നിന്റെ സിംഹാസനം അണയണമേ എൻ്റെ പ്രാർത്ഥന. നമ്മുടെ പ്രാർത്ഥന ദൈവസന്നിധിയിൽ അപ്പോൾ ചെന്നെത്തുവാൻ ഇടയായിത്തീരും. നമ്മുടെ കണ്ണുനീര് മാറുന്നു, സങ്കടങ്ങൾ മാറുന്നു, ജീവിതത്തിലേക്ക് വലിയൊരു ശാന്തിയും സമാധാനവും കർത്താവ് തരികയാണ്. പാപത്തിൽ നിന്നുള്ള സ്വാതന്ത്ര്യമാണ് പെസഹ. ദൈവത്തിന് സ്തോത്രം. ആദ്യത്തെ പെസഹ BC 1513 ആബീബ് മാസം അഥവാ നീസാൻ മാസം 14-ാം തീയതി ഇസ്രായേൽ ജനം ആഘോഷിച്ചു. നമുക്കറിയാം, അന്ന് ഇസ്രായേൽ വലിയൊരു അടിമത്തത്തിലായിരുന്നു, ഫറവോൻ്റെ അടിമത്തം. അന്ന് യാക്കോബ് 70 പേരുമായിട്ടാണ് മിസ്രൈമിലേക്കുള്ള യാത്ര. യോസേഫ് അവിടെ ഉണ്ടല്ലോ. 4 നൂറ്റാണ്ടുകൾക്ക് ശേഷം 70 പേർ, 6 ലക്ഷം പുരുഷന്മാരും അവരുടെ സ്ത്രീകളും കുഞ്ഞുങ്ങളുമായി ലക്ഷോപലക്ഷം ജനമായി വർദ്ധിച്ചു. എന്നാൽ യൗസേഫിന് അറിയാത്തതായ രാജാവ് ഭരണത്തിന് കീഴ് വന്നപ്പോൾ ഇസ്രായേൽ ജനത്തിന് കഠിനമായ കയ്പിലൂടെ, വേദനയിലൂടെ കടന്നു പോകേണ്ടി വന്നു. അവർ കരഞ്ഞു, അവർ ദുഃഖിതരായി തീർന്നു. പീഡയേറ്റ് വലഞ്ഞതായ ജനത്തെ വിടുവിപ്പാൻ സ്വർഗത്തിൽ ദൈവത്തിന് കരുണ തോന്നി. പ്രിയപ്പെട്ടവരെ, ദൈവം ഫറവോൻ്റെ മനസ്സ് കഠിനപ്പെട്ടപ്പോൾ 10 ബാധകളെ അയക്കുന്നു. സംഭവം നമുക്കറിയാം. അവസാനത്തെ ബാധയാണ് സംഹാരകൻ, കടിഞ്ഞൂൽ സംഹാരം. അന്ന് ഫറവോൻ്റെ കൊട്ടാരം മുതൽ, ഫറവോൻ്റെ ആദിജാതൻ മുതൽ, അന്ന് കുണ്ടറയിൽ കിടക്കുന്ന ദാസിയുടെയും ദാസന്മാരുടെയും ആദിജാതന്മാരെ സകല ആദിജാതന്മാരും മരിച്ചു. മിസ്രൈമിൽ വലിയൊരു നിലവിളി ഉണ്ടായി എന്നാണ് വേദപുസ്തകം വായിക്കുന്നത്. പുറപ്പാട് പുസ്തകം 12-ാം അധ്യായം 11-ാം വാക്യം അതിൻ്റെ അവസാന ഭാഗത്ത് ഇങ്ങനെയാണ്: അത് യഹോവയുടെ പെസഹയാകുന്നു. ഈ രാത്രിയിൽ ഞാൻ മിസ്രൈം ദേശത്തൂടെ കടന്ന് മിസ്രൈം ദേശത്തുള്ള മനുഷ്യൻ്റെയും മൃഗത്തിൻ്റെയും കടിഞ്ഞൂലിലൊക്കെയും സംഹരിക്കും. മിസ്രൈമിലെ സകല ദേവന്മാരിൽ ഞാൻ ന്യായവിധി നടത്തും. ഞാൻ യഹോവയാകുന്നു. നിങ്ങൾ പാർക്കുന്ന വീടുകളിൽ മേൽ രക്തം അടയാളമായിരിക്കും. ഞാൻ രക്തം കാണുമ്പോൾ നിങ്ങളെ ഒഴിഞ്ഞ് കടന്നു പോകുന്നു. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, അന്ന് ഇസ്രായേൽ ജനം എന്ത് ചെയ്തു? യഹോവയുടെ പെസഹായുടെ ദിവസം ഒരു ഭാഗത്ത് വലിയൊരു കൂട്ട നിലവിളി. അന്ന് മിസ്രൈം ദേശത്ത് വലിയൊരു കൂട്ട നിലവിളി, രാജ്യമൊട്ടാകെ ഭയാനകമായ നിലവിളിയുടെ സമയത്ത് ഇസ്രായേൽ ജനം ഊനമില്ലാത്ത ആട്ടിൻകുട്ടിയെ അറുത്തു. അത് പെസഹായുടെ പുളിപ്പില്ലാത്ത അപ്പവുമായി കയ്പ് ചീരോടുകൂടി അവർ തിന്നുന്നു. മാത്രവുമല്ല, അവർ അറുക്കപ്പെട്ട കുഞ്ഞാടിൻ്റെ രക്തം വീടിൻ്റെ കട്ടിലപ്പടിമേലും കുറുമ്പടിമേലും തളിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, ഇതെന്തിനാണ് സൂചിപ്പിക്കുന്നത് നമുക്കറിയാം. 2000 കൊല്ലം മുമ്പ് കർത്താവായ യേശുക്രിസ്തു ഗോകുൽത്തായിൽ നമുക്ക് വേണ്ടി കുരുളറക്കപ്പെട്ട ദൈവത്തിൻ്റെ കുഞ്ഞാടാണ്. യേശുക്രിസ്തുവിൻ്റെ ക്രൂശിലെ യാഗത്താലും ആ ക്രൂശിൽ നമുക്ക് വേണ്ടി ഒഴുക്കിയതായി പുണ്യാഹ രക്തത്തിലുമാണ് നമുക്ക് ന്യായവിധിയിൽ നിന്ന് മോചനം ലഭിക്കുകയുള്ളൂ. 1 പെസഹ പാപത്തിൽ നിന്നുള്ള സ്വാതന്ത്ര്യമാണ്. 2 പെസഹ നമ്മുടെ ജീവിതത്തിലുള്ള നിത്യ ശിക്ഷാവിധി എന്നുള്ള മോചനമാണ്. ദൈവമക്കളെ, നമ്മുടെ ജീവിതത്തിൽ നിത്യമായ ശിക്ഷാവിധി മാറിയോ? ഈ ഭൂമിയിലെ ജീവിതകാലം കഴിഞ്ഞ് ഒരു ദിവസം നാം നിത്യതയിലേക്ക് കടന്നു ചെല്ലും. ഒരു മരണമുണ്ട്. മരണത്തിന് ശേഷം ഒരു സ്വർഗം അല്ലെങ്കിൽ നരകമുണ്ട്. രണ്ടും നിത്യമാണ്. ന്യായവിധിക്ക് ശേഷം ഒന്നുകിൽ സ്വർഗം അല്ലെങ്കിൽ നിത്യമായ നരകം. ഇതെവിടെ ചെല്ലണം തീരുമാനിക്കേണ്ടത് ഈ ഭൂമിയിലെ ജീവിതം കൊണ്ടാണ്. അവൻ്റെ പുത്രനായ യേശുവിൻ്റെ രക്തം നമ്മുടെ സകല പാപവും പോക്കി നമ്മെ ശുദ്ധീകരിക്കുന്നു. ഈ അറുക്കപ്പെട്ട കുഞ്ഞാടായ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ പുണ്യാഹ രക്തത്തിൽ നാം മറിഞ്ഞിരുന്നുവെങ്കിൽ മാത്രമേ നമുക്ക് ന്യായവിധി മാറിക്കിട്ടുകയുള്ളൂ. ഇന്ന് അനേകർ ഈ സത്യം തിരിച്ചറിയാതെ ഭയാനകമായ നിത്യമായ ആ ന്യായവിധിയുടെ ഭയാനകമായ ദുരിതത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. പ്രിയപ്പെട്ട ദൈവജനമേ, അന്ന് മിസ്രൈം ജനം വലിയൊരു കൂട്ടക്കരച്ചിലായി. എന്നാൽ രാജ്യമൊട്ടാകെയുള്ള കൂട്ടക്കരച്ചിൽ. നമ്മുടെ ഭവനത്തിൽ ഒരാൾ മരിച്ചു എന്നിരിക്കട്ടെ, എന്തൊരു നിലവിളിയായിരിക്കും നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ട വ്യക്തി. എന്നാൽ മിസ്രൈമിൽ അങ്ങനെയല്ല സംഭവിച്ചത്. മിസ്രൈമിൽ എല്ലാ വീടുകളിലും മരിക്കാത്തതായ ഒരാൾ പോലും ഉണ്ടായിരുന്നില്ല. രാജ്യമൊട്ടാകെയുള്ള വലിയൊരു കൂട്ട നിലവിളിയാണ്. പ്രിയപ്പെട്ട ദൈവജനമേ, ന്യായവിധിയുടെ മുമ്പാകെ കടന്നു ചെല്ലുമ്പോൾ ലോകരാജ്യങ്ങളിലുള്ള സകലമാന ആബാലവൃദ്ധം ജനം അവിടെ കൂട്ടക്കരച്ചിലിൻ്റെതായ സമയമാണ്. എത്ര ഭയാനകമാണ്, എത്ര ദുരന്തം പിടിച്ച അവസ്ഥയാണ്. എന്നാൽ ദൈവജനത്തിന് കിട്ടുന്ന ഭാഗ്യം എന്താണ്? ക്രിസ്തുവിൻ്റെ രക്തത്തിൽ മറഞ്ഞിരിക്കുവാനുള്ള ഭാഗ്യം. ഊനമില്ലാത്ത കർത്താവായ യേശുക്രിസ്തു
ആ യേശുവിൻ്റെ രക്തമാണ് നമ്മുടെ പാപങ്ങൾക്ക് മറുപടിയായി തീർന്നത്. അതാണ് പ്രിയപ്പെട്ടവരെ പെസഹ എന്ന് പറയുന്നത്. പെസഹ എന്ന വാക്കിൻ്റെ അർത്ഥം കടന്നു പോകലെന്നാണ്. പാസ് ഓവർ, മോണ്ടി തേസ്ഡേ എന്നെല്ലാം നാം പറയും. അന്ന് സംഹാരകൻ കടന്നുപോയി. യേശുക്രിസ്തുവിൻ്റെ തിരുരക്തത്തിൽ മറഞ്ഞിരിക്കുന്ന ഒരു വ്യക്തിക്ക് ലഭിക്കുന്ന മഹാവലിയ സൗഭാഗ്യമാണ്. ഇസ്രായേൽ ജനം അന്ന് തങ്ങളുടെ വീടുകളിൽ, അവരുടെ വീടുകളുടെ മുന്നിൽ ആ കട്ടിലപ്പടിമേലും കുറുപടിമേലും ആ കുഞ്ഞാടിൻ്റെ, അറുക്കപ്പെട്ട കുഞ്ഞാടിൻ്റെ തിരുരക്തം പുരട്ടി അവർ ഭദ്രമായി സുരക്ഷിതരായിട്ടിരുന്നു. പ്രിയപ്പെട്ടവരെ, നാം ഒന്ന് നമ്മുടെ കുടുംബത്തിൻ്റെ രക്ഷയ്ക്കായി പെട്ടകം തീർക്കേണ്ടിയിരിക്കുന്നു. എൻ്റെയും നിങ്ങളുടെയും കുടുംബത്തിൻ്റെ രക്ഷ അത് നമ്മുടെ ജീവിതത്തിൻ്റെ കാതലായ വിഷയമാണ്. നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടി നാം ഓരോരുത്തരും എന്തെല്ലാമാണ് ചെയ്തത്. കർത്താവിന് സ്തോത്രം. പെസഹ വിമോചനത്തിൻ്റെ ദിവസമാണ്. പെസഹ സ്വാതന്ത്ര്യത്തിൻ്റെ ദിവസമാണ്. പെസഹ പാപത്തിൽ നിന്ന് സ്വാതന്ത്ര്യത്തിൻ്റെ ദിവസമാണ്. പെസഹ നിത്യ ശിക്ഷാവിധിയിൽ നിന്നുള്ള മോചനമാണ്. നാം വീടുകളിൽ പാലും അതുപോലെ അപ്പവും എല്ലാം പെസഹായ്ക്ക് ഉണ്ടാക്കുമ്പോൾ അത് കഴിക്കും. എന്നാൽ എന്താണ് പെസഹ എന്ന് വെച്ചാൽ, പ്രിയപ്പെട്ടവരെ, കുരിശെടുത്ത് മലകൾ കയറുന്നതല്ല. യേശുക്രിസ്തു തരുന്നതായ ആ സ്വാതന്ത്ര്യം നാം അനുഭവിക്കണം. നമ്മുടെ ജീവിതത്തിൽ നിന്ന് പാപം മാഞ്ഞു കിട്ടണം. എൻ്റെ 33-ാമത്തെ വയസ്സിൽ എനിക്ക് കിട്ടിയ മഹാവലിയ സൗഭാഗ്യമാണ് യേശുവിൻ്റെ രക്തത്തിൽ മറിഞ്ഞിരിക്കുവാനുള്ള ഭാഗ്യം. ക്രിസ്തുവിൻ്റെ രക്തത്താൽ യേശുവിൻ്റെ ആ തിരുവചനത്തിൻ്റെ ശക്തി അനുഭവിക്കാനുള്ള ഭാഗ്യം കിട്ടി. ലംഘനം ക്ഷമിച്ചും പാപം മറച്ചും കിട്ടിയ മനുഷ്യൻ ഭാഗ്യവാൻ. 32-ാം സങ്കീർത്തനം ആദ്യവാക്യം. ലംഘനം ക്ഷമിച്ചും പാപം മറച്ചും കിട്ടിയ മനുഷ്യൻ ഭാഗ്യവാൻ. യഹോവ അകൃത്യം കണക്കിടാതെയും ആത്മാവിൽ കപടമില്ലാതെ ഇരിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ. പ്രിയപ്പെട്ടവരെ, ഞാനൊരു ഭാഗ്യവാനായി നിങ്ങളുടെ മധ്യേ നിൽക്കുകയാണ്. യാക്കോബായ സഭാംഗമാണ് ഞാൻ. എൻ്റെ സഹോദരൻ ഞങ്ങളുടെ ഇടവക വികാരിയാണ്. എന്നാൽ എനിക്ക് കിട്ടിയ ഭാഗ്യം എന്താണ്? യേശുവിൻ്റെ അറുക്കപ്പെട്ട കുഞ്ഞാടിൻ്റെ ആ തിരുവിലാവിൽ ഒളിക്കുവാനുള്ള ഭാഗ്യം കിട്ടി. പ്രിയരെ, ഇന്ന് നിങ്ങളുടെ രക്ഷയുടെ ദിവസമാണ്. ഇന്ന് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ വീണ്ടെടുപ്പിൻ്റെ ദിവസമാണ്. യേശുക്രിസ്തുവിൻ്റെ രക്തം നിങ്ങളെ കഴുകുന്ന ദിവസമാണ്. ആർക്ക് വേണേയും മഹാവലിയ സൗഭാഗ്യം. കർത്താവിന് സ്തോത്രം. നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ വിമോചനത്തിൻ്റെ ആ അനുഭവം നമ്മളൊന്ന് പ്രാപിക്കണം. പാപത്തിൽ നിന്നുള്ള മോചനം യേശുക്രിസ്തു നമുക്ക് ക്രൂശിൽ നേടിത്തന്ന രക്ഷ നാം അനുഭവിക്കണം. ദൈവത്തിന് സ്തോത്രം. എബ്രായ ലേഖനം 2-ാം അധ്യായം 14-ാം വാക്യം ഇങ്ങനെ പറയും: മക്കൾ ജഡരക്തങ്ങളോട് കൂടിയവർ ആകിയാൽ അവനും അവരെ പോലെ ജഡരക്തങ്ങളോട് കൂടിയവനായി മരണത്തിന് അധികാരിയായ പിശാചിനെ തൻ്റെ മരണത്താൽ നീക്കി ജീവപര്യന്തം മരണഭീതിയിൽ അടിമകളായിരുന്നവരെ ഒക്കെയും വിടുവിച്ചു. പ്രിയപ്പെട്ടവരെ, വിടുതലിൻ്റെ ദിവസമാണ് പെസഹ. യേശുക്രിസ്തു നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുമ്പോൾ അത്ഭുതങ്ങളും അടയാളങ്ങളും നടക്കുകയാണ്. സങ്കടങ്ങൾ മാറിപ്പോകുന്നു, ദുഃഖവും മുറവിളിയും മാറിപ്പോകുന്നു. നാം പാടാറുണ്ടല്ലോ, എൻ്റെ സങ്കടങ്ങൾ സകലവും തീർന്നുപോയി, സംഹാരദൂതൻ എന്നെ കടന്നുപോയി എന്നും. കുഞ്ഞാടിൻ്റെ രക്തത്തിൽ നമുക്ക് അഭയപ്പെടാം. ക്രിസ്തുവിൻ രക്തം നമ്മെ ഒന്ന് പൊതിയട്ടെ. എൻ സങ്കടങ്ങൾ സകലവും തീർന്നുപോയി, സംഹാരദൂതൻ എന്നെ കടന്നുപോയി, സംഹാരദൂതൻ എന്നെ കടന്നുപോയി. കുഞ്ഞാടിൻ്റെ വിലയേറിയ നീളത്തിൽ, കുഞ്ഞാടിൻ്റെ വിലയേറിയ നീളത്തിൽ മറഞ്ഞു ഞാൻ രക്ഷിക്കപ്പെട്ട ക്ഷണത്തിൽ, മറഞ്ഞു ഞാൻ രക്ഷിക്കപ്പെട്ട ക്ഷണത്തിൽ. എൻ സങ്കടങ്ങൾ സകലവും തീർന്നുപോയി, സംഹാരദൂതൻ എന്നെ കടന്നുപോയി, സംഹാരദൂതൻ എന്നെ കടന്നുപോയി. ദൈവത്തിന് സ്തോത്രം. AD 33 നീസാൻ മാസം 14-ാം തീയതി കർത്താവായ യേശുക്രിസ്തുവിൻ്റെ പെസഹായ്ക്ക് ശേഷം തൻ്റെ ശരീരയാഗത്താൽ യേശുക്രിസ്തു തൻ്റെ ദേഹം തിരശ്ശീല നമുക്ക് വേണ്ടി ചിന്തി. പ്രിയപ്പെട്ടവരെ, സ്വർഗരാജ്യത്തിലേക്കുള്ള പ്രവേശനം സാധ്യമാക്കി തന്നു. എബ്രായ ലേഖനം 11-ാം അധ്യായം 28-ാം വാക്യം ഇങ്ങനെ പറയും: വിശ്വാസത്താൽ മോശ കടുംജോലുകൾ സംഹാരകൻ അവരെ തൊടാതിരിപ്പാൻ പെസഹയും ചോരത്തളിയും ആചരിച്ചു എന്ന്. പ്രിയപ്പെട്ടവരെ, ശത്രു നമ്മളെയും നമ്മുടെ കുടുംബത്തെയും തൊടാതെ വണ്ണം നമ്മെ കാത്ത് സംരക്ഷിക്കുന്നത് എങ്ങനെയാണ്? നാം പെസഹ യേശുക്രിസ്തുവിൻ്റെ തിരുരക്തം നമ്മുടെ മേൽ തളിക്കുന്നു. നമ്മുടെ സിരകളിലൂടെ ക്രിസ്തുവിൻ്റെ രക്തം വ്യാപരിക്കുന്നു. നമ്മുടെ നെറ്റിമേൽ യേശുക്രിസ്തുവിൻ്റെ തിരുരക്തത്തിൻ്റെ അടയാളം വരുന്നു. അടയാളമുള്ള ഒരുത്തനെയും തൊടരുത് എന്നാണ് ദൈവത്തിൻ്റെ വചനം. സംഹാരകൻ കടന്നു പോവുകയാണ്. പ്രിയപ്പെട്ടവരെ, കർത്താവിന് സ്തോത്രം. എബ്രായ ലേഖനത്തിൽ 11-ാം അധ്യായം 27-ാമത്തെ വാക്യത്തിൽ ഇപ്രകാരം പറയുന്നു: വിശ്വാസത്താൽ അവൻ അദൃശ്യ ദൈവത്തെ കണ്ടതുപോലെ ഉറച്ചു നിന്നു എന്ന്, രാജാവിൻ്റെ കോപം ഭയപ്പെടാതെ മിസ്രയീം വിട്ടു പോന്നു എന്ന്. പെസഹ ഭയം മാറ്റുകയാണ്. നമ്മുടെ ജീവിതത്തിൽ നിന്ന് പാപം മാറുമ്പോൾ ഭയം മാറുന്നു.
പാപം മാറുമ്പോൾ ദുരിതങ്ങൾ മാറിപ്പോകുന്നു. പാപം മാറുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ കെട്ടുറപ്പ് ലഭിക്കുന്നു, നല്ല സന്തോഷം ലഭിക്കുന്നു, സമാധാനം ലഭിക്കുന്നു. ജീവനുള്ള ദൈവത്തെ ആർത്തുപാടി സ്തുതിക്കുവാൻ തക്കവണ്ണം കർത്താവ് നമുക്ക് ഭാഗ്യം തരുന്നു. പ്രിയപ്പെട്ടവരെയും, നമുക്ക് പെസഹ എന്ന് പറയുന്നത് ഒരു ആത്മപരിശോധന ദിവസമാണ്. ജീവിതത്തിലേക്ക് തിരിഞ്ഞു നോക്കി മുറുകെ പറ്റുന്ന പാപങ്ങൾ, നമ്മുടെ ജീവിതത്തെ ഗ്രസിച്ചിരിക്കുന്ന പാപത്തിൻ്റെ തിക്തമായ അനുഭവങ്ങൾ കണ്ടുകൊണ്ട് പിശാചിനോട് യാത്ര പറഞ്ഞുകൊണ്ട് യേശുക്രിസ്തുവിനെ ഹൃദയത്തിലേക്ക് കൈക്കൊണ്ടുകൊണ്ട് കർത്താവേ ഞാനിതാ നിൻ്റെ വകയെന്ന് പറഞ്ഞുകൊണ്ട് ക്രിസ്തുവിൽ ഉറച്ചു നിൽക്കുവാനുള്ള ഭാഗ്യം. മിസ്രയീം വിട്ടുപോകുന്നു. മോശ മിസ്രയീം വിട്ടുപോകുന്നു. പ്രിയപ്പെട്ടവരെ, പാപത്തോട്, പഴയ ജീവിതത്തോട് എന്നേക്കുമായി യാത്ര പറഞ്ഞുകൊണ്ട് ഭയം കൂടാതെ ക്രിസ്തുവിനെ ആരാധിപ്പാൻ തക്കവണ്ണം ദൈവം അതിനുവേണ്ടി നമ്മെ കർത്താവ് ഒരുക്കുകയാണ്. ദൈവത്തിന് സ്തോത്രം. പെസഹ ഭയം മാറ്റുന്നു. പെസഹ നമ്മുടെ ജീവിതത്തിൽ പുളിച്ചതെല്ലാം മാറ്റി പുതിയൊരു ആത്മീയ അനുഭവത്തിലേക്ക് നമുക്ക് നടത്തുന്നു. ഒരു ഉറപ്പ്, ജീവിതത്തിൽ കെട്ടുറപ്പ് ലഭിക്കുകയാണ് പെസഹായിലൂടെ. സംഖ്യാപുസ്തകം 33 അധ്യായം 3 വാക്യം ഇപ്രകാരം പറയും: പെസഹ കഴിഞ്ഞ് പിറ്റേന്നാൾ ഇസ്രായേൽ മക്കൾ എല്ലാ മിസ്രയീമ്യരും കാണുകെ യുദ്ധസന്നദ്ധരായി പുറപ്പെട്ടു. അന്ന് മിസ്രയീമ്യരെല്ലാം കടിഞ്ഞൂലുകളെ കുഴിച്ചിടുന്നതായ സമയം. അന്ന് ദൈവത്തിൻ്റെ ജനം, വീണ്ടെടുക്കപ്പെട്ടതായ ജനം, യേശുക്രിസ്തുവിൻ്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ടതായ ജനം, ഇന്ന് നമുക്ക് അങ്ങനെ പറയാം. പ്രിയപ്പെട്ടവരെ, അവർ യുദ്ധസന്നദ്ധരായി പുറപ്പെട്ടു എന്നാണ് വേദപുസ്തകത്തിൽ വായിക്കുന്നത്. യുദ്ധസന്നദ്ധരായി യേശുക്രിസ്തുവിൻ്റെ നാമത്തിന് വേണ്ടി, യേശുവിൻ്റെ സുവിശേഷ വാഹികളായി, യേശുക്രിസ്തുവിൻ്റെ സുവിശേഷത്തിൻ്റെ ഒരുക്കം കാലിന് ചെരുപ്പാക്കിക്കൊണ്ട് നാം യുദ്ധസന്നദ്ധരായി ക്രിസ്തുവിന് വേണ്ടി പോരാടുവാൻ, അടരാടുവാൻ സ്വർഗത്തിൽ ദൈവം നമ്മെ ഈ തലമുറയിൽ വിളിച്ച് വേർതിരിച്ചിരിക്കുന്നു. പ്രിയപ്പെട്ടവരെ, നാം സുവിശേഷ വാഹികളായി ഭൂമിയിൽ ജീവിക്കണം. അതാണ് പെസഹായുടെ ദൂത്. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, നാം ഇനി പാപത്തിലും അഴുക്കിലും അശുദ്ധിയിലും ജീവിക്കേണ്ടവരല്ല. യേശുക്രിസ്തുവിൻ്റെ സുവിശേഷത്തിന് വേണ്ടി ഈ തലമുറയിൽ ജീവിക്കേണ്ടവരാണ്. അനേകർ ഈ സത്യം തിരിച്ചറിയാതെ, പ്രിയരെ, ഇന്ന് അനേകർ നമ്മുടെ ചുറ്റുപാടിലേക്ക് നോക്കുമ്പോൾ അനേകർ ആത്മീയമായ അന്ധകാരത്തിൽ തപ്പിത്തടഞ്ഞ് ജീവിക്കുന്നു. പാപം എന്താണെന്ന് അറിയുന്നില്ല, ലോകത്തിലെ ജീവിതത്തിൽ ലക്ഷ്യം എന്താണെന്ന് അറിയുന്നില്ല, നിത്യജീവന് വേണ്ടി ആരും ഒരുങ്ങുന്നില്ല. പ്രിയപ്പെട്ടവരെ, നമ്മിൽ സ്വർഗത്തിൽ ദൈവം വലിയൊരു പ്രതീക്ഷ വെച്ചിരിക്കുകയാണ്. നാം യുദ്ധസന്നദ്ധരായി ജീവിക്കണം, ക്രിസ്തുവിന് വേണ്ടി ജീവിക്കണം. ആവർത്തന പുസ്തകം 16 അധ്യായം 3 വാക്യത്തിൽ പ്രകാരം പറയുന്നു: പുളിച്ച അപ്പം തിന്നരുത്, കഷ്ടതയുടെ അപ്പമായ പുളിപ്പില്ലാത്ത അപ്പം 7 ദിവസം തിന്നണമെന്ന്. പ്രിയപ്പെട്ടവരെ, പെസഹ കഷ്ടതയുടെ പര്യായമാണ്. യേശുക്രിസ്തു ക്രൂശിൽ നമുക്കറിയാം കഷ്ടത അനുഭവിച്ചു. നമുക്ക് പിന്തുടരുവാൻ കർത്താവ് ഒരു മാതൃക വെച്ചേച്ചു പോയി. യേശുക്രിസ്തുവിൻ്റെ പീഡാനുഭവത്തെക്കുറിച്ച് നാം ചിന്തിക്കുമ്പോൾ, ധ്യാനിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ യേശുക്രിസ്തു നേടിത്തന്നതായ ആ സൗഭാഗ്യം നാം അനുഭവിക്കണം. അപ്പോസ്തലനായ പൗലോസ് 2 തീമോഥെയോസിന് ലേഖനം എഴുതുമ്പോൾ 4 അധ്യായത്തിൽ പറയും: കഷ്ടം അനുഭവിക്കുക, സുവിശേഷകൻ്റെ പ്രവൃത്തി ചെയ്യുക, നത്തിങ് ബി ലെഫ്റ്റ് അൺഡൺ. ക്രിസ്തുവിന് വേണ്ടി ഭൂമിയിൽ ജീവിതം ചെലവഴിക്കുക. പ്രിയപ്പെട്ടവരെയും, എസ്രായുടെ പുസ്തകം 6 അധ്യായം 19 മുതൽ ഉള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ നാം കാണുന്നുണ്ട്: 1-ാം മാസം 14-ാം തീയതി പ്രവാസികൾ പെസഹ ആചരിച്ചു. പുരോഹിതന്മാരും ലേവ്യരും ശുദ്ധിയുള്ളവരായിരുന്നു, പെസഹ അറുത്തു എന്ന്. പ്രിയപ്പെട്ടവരെ, പെസഹ സമ്പൂർണ്ണ ശുദ്ധീകരണത്തിൻ്റെ അടയാളമാണ്. പെസഹ വിശുദ്ധിയുടെ അടയാളമാണ്. പെസഹ നാം ആഘോഷിക്കുമ്പോൾ, ആചരിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ നടക്കേണ്ടത് എന്താണ്? പൂർണ്ണമായ ശുദ്ധീകരണം, സമ്പൂർണ്ണ ശുദ്ധീകരണം. നമ്മുടെ ദൈവം എങ്ങനെ വിശുദ്ധനായിരിക്കുന്നുവോ അതുപോലെ ഞാനും നിങ്ങളും വിശുദ്ധരായി ഭൂമിയിൽ ജീവിക്കണം. മത്തായിയുടെ സുവിശേഷം 26 മുതൽ വായിക്കുമ്പോൾ നാം കാണുന്നുണ്ട്: പെസഹായുടെ രാത്രി യേശു അപ്പമെടുത്തു, വാഴ്ത്തി നുറുക്കി ശിഷ്യന്മാർക്ക് കൊടുത്തു, വാങ്ങി ഭക്ഷിപ്പീൻ, ഇതെൻ്റെ ശരീരം എന്ന് പറഞ്ഞുകൊണ്ട് കർത്താവർക്ക് തൻ്റെ ശരീരം വിഭാഗിച്ചു കൊടുത്തു. മാത്രവുമല്ല, യേശു പാനപാത്രവും എടുത്ത് സ്തോത്രം ചൊല്ലി അവർക്ക് കൊടുത്തു. അനേകർക്ക് വേണ്ടി പാപമോചനത്തിനായി ചൊരിയപ്പെടുന്ന പുതിയ നിയമത്തിനുള്ള എൻ്റെ രക്തം. ദൈവത്തിന് സ്തോത്രം. കർത്താവ് തൻ്റെ തിരുശരീര രക്തങ്ങൾ നമുക്ക് വേണ്ടി കർത്താവ് നൽകുകയുണ്ടായി. പ്രിയപ്പെട്ടവരെ, നാം യേശുവിൻ്റെ തിരുശരീര രക്തങ്ങൾ സ്വീകരിക്കുമ്പോൾ എന്താണ് നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കേണ്ടത്? നാം പുതിയ ആളായിത്തീരുകയാണ്, പുതിയ വ്യക്തിയായിത്തീരുകയാണ്. യേശുക്രിസ്തു നേടിത്തന്നതായ രക്ഷ നാം അനുഭവിക്കുകയാണ്. വിമോചനത്തിൻ്റെ ആ ഒരു സന്തോഷം നാം അനുഭവിക്കുകയാണ്. പാപത്തിന്മേൽ ജയം അനുഭവിക്കുകയാണ്. അതുകൊണ്ടാണ് വിശുദ്ധ കുർബാനയിൽ നാം കേൾക്കുന്നു: വിശുദ്ധിയുള്ളവർക്കും വെടിപ്പുള്ളവർക്കും മാത്രമേ ശുദ്ധതകൾ നൽകപ്പെടുന്നു. ദൈവത്തിന് സ്തോത്രം. യേശുക്രിസ്തുവിൻ്റെ രക്തത്താൽ കഴുകൽ അനുഭവിക്കാനുള്ള ഭാഗ്യം. കർത്താവ് പറഞ്ഞു: ഞാൻ ജീവൻ്റെ അപ്പമാകുന്നു, എന്നെ തിന്നുന്നവൻ എന്മൂലം ജീവിക്കും. യേശുക്രിസ്തുവിൻ്റെ തിരുശരീരം ഇതെങ്ങനെ? അന്ന് യേശുക്രിസ്തു പറഞ്ഞത് അന്ന് ശിഷ്യന്മാർക്കോ അല്ലെങ്കിൽ അന്നത്തെ യഹൂദ ജനത്തിനോ മനസ്സിലായില്ല.
ഈ യേശുവിൻ്റെ കർത്താവ് പറഞ്ഞു, എൻ്റെ ആ ശരീരം തിന്നാതെയും എൻ്റെ രക്തം കുടിക്കാതെയും ഇരിക്കുന്നതിനുള്ളിൽ ജീവൻ ഉണ്ടായിരിക്കുകയില്ല. ഇതെങ്ങനെ സാധിക്കും? യേശുവിൻ്റെ രക്തം കുടിക്കുക, യേശുവിൻ്റെ മാംസം തിന്നുക, ഇതെങ്ങനെ സാധിക്കും? ഇത് കഠിനവാക്കെന്ന് പറഞ്ഞ് ജനമെല്ലാം പിന്മാറിപ്പോയി. ദൈവത്തിന് സ്തോത്രം. എന്നാൽ യേശു ക്രിസ്തു അവരോട് പറഞ്ഞു, തൻ്റെ പ്രിയപ്പെട്ട ജനത്തോട് പറഞ്ഞു, ദൈവത്തിന് സ്തോത്രം, ഞാൻ നിങ്ങളോട് സംസാരിക്കുന്ന വചനങ്ങൾ ആത്മാവും ജീവനുമാകുന്നു എന്ന്. പ്രിയപ്പെട്ടവരെ, യേശുക്രിസ്തുവിൻ്റെ വചനത്തിൻ്റെ അത്ഭുത വ്യാപാരം നമ്മുടെ ഹൃദയത്തിലേക്ക് കടന്നു വരുമ്പോൾ നാം ശുദ്ധിയുള്ളവരായി തീരുകയാണ്. വചനത്താൽ ശുദ്ധീകരണം പ്രാപിക്കുന്നു, വചനത്താൽ കഴുകൽ ലഭിക്കുന്നു. ഞാൻ നിങ്ങളോട് സംസാരിച്ച വചന നിമിത്തം നിങ്ങൾ ശുദ്ധിയുള്ളവരാകുന്നു. കർത്താവ് പറയുകയുണ്ടായി, പ്രിയപ്പെട്ടവരെ, ശുദ്ധീകരണം എങ്ങനെ ലഭിക്കും? യേശുക്രിസ്തുവിൻ്റെ വചനം ഹൃദയത്തിലേക്ക് കടന്നു വരണം. വചനത്താൽ സ്വാതന്ത്ര്യം അനുഭവിക്കണം. യേശുവിൻ്റെ രക്തം, അവൻ്റെ പുത്രനായ യേശുവിൻ്റെ രക്തം സകല പാപവും പോക്കി നമ്മെ ശുദ്ധീകരിക്കുന്നു. ക്രിസ്തുവിൻ്റെ രക്തം നമ്മെ കഴുകുകയാണ്. അപ്പോൾ കർത്താവ് പറഞ്ഞു, പത്രോസ്ലീഹയോട് പറഞ്ഞു, നിങ്ങൾ ഓരോരുത്തരായി പിന്മാറി പോകുമ്പോൾ കർത്താവ് പറഞ്ഞു, ശിഷ്യന്മാരോട് പറയുകയുണ്ടായി, നിങ്ങൾക്കും പോകാൻ മനസ്സുണ്ടെങ്കിൽ പോകാം. അപ്പോൾ പത്രോസ് പറഞ്ഞു, കർത്താവേ, ഞങ്ങൾ ആരുടെ അടുക്കൽ പോകും? നിത്യജീവന്റെ വചനങ്ങൾ നിന്റെ പക്കലുണ്ടല്ലോ. അവർ യേശുവിൻ്റെ കരങ്ങളിലേക്ക് ജീവിതം സമർപ്പിച്ചു. ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുമ്പോൾ പ്രിയരെ, നമ്മുടെ ജീവിതം യേശുവിൻ്റെ കരങ്ങളിലേക്ക് സമർപ്പിക്കാം. നമുക്ക് വേണ്ടി ക്രൂശിൽ ഗോകുൽത്തായിൽ രക്ഷയൊരുക്കിയ ക്രിസ്തുവിൻ്റെ രക്തത്തിൽ അഭയപ്പെടാം. അന്ന് വെളിപ്പാട് പുസ്തകത്തിൽ യോഹന്നാൻ കണ്ടു, അറുക്കപ്പെട്ട ദൈവത്തിൻ്റെ കുഞ്ഞാട്, ലോകസ്ഥാപനം മുതൽ അറുക്കപ്പെട്ട ദൈവത്തിൻ്റെ കുഞ്ഞാടായ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ആ തിരുരക്തത്തിൽ നമുക്ക് അഭയം പ്രാപിക്കാം. ജീവിതം ക്രിസ്തുവിൻ്റെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ചു കൊടുക്കാം. കർത്താവേ, എൻ്റെ പാപങ്ങൾക്ക് പരിഹാരം വരുത്തി യേശുവേ, എന്നെ ഇതാ നിൻ്റെ കരങ്ങളിലേക്ക് സമർപ്പിക്കാം. നമുക്ക് ജീവിതം ക്രിസ്തുവിൻ്റെ കരങ്ങളിലേക്ക് സമർപ്പിക്കാം. യേശുവേ, ഇന്നു മുതൽ ഞാൻ നിൻ്റേത് മാത്രമായിരിക്കും, നിൻ്റെ വകയായി ജീവിക്കും, ഒരു വിശുദ്ധ ജീവിതത്തിൻ്റെ ഉടമയായി ജീവിക്കും. ഇന്നു മുതൽ കറപറ്റാതെ പുളിപ്പില്ലാത്ത ജീവിതം നയിച്ചുകൊണ്ട് ക്രിസ്തുവിന് വേണ്ടി ജീവിക്കുവാൻ കർത്താവേ, എൻ്റെ ജീവിതം ഇതാ നിൻ്റെ കരങ്ങളിലേക്ക് സമർപ്പിക്കുകയാണ്. പ്രിയ ദൈവമക്കളെ, ജീവിതം യേശുവിൻ്റെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ചു കൊടുക്കൂ. യേശു നമ്മെ സ്നേഹിക്കുന്നു, യേശു നമ്മെ കരുതുന്നു. ആ നല്ലവനായ ക്രിസ്തുവിൻ്റെ സന്നിധിയിലേക്ക് ജീവിതം ഏൽപ്പിച്ചു കൊടുക്കൂ. കർത്താവിൻ്റെ തൃക്കരം നമ്മൾ ഓരോരുത്തരെയും ശിരസിന്മേൽ വരട്ടെ. നമുക്ക് ഏൽപ്പിച്ചു കൊടുക്കാം, പ്രാർത്ഥിക്കാം. ജീവനുള്ള ദൈവമേ, സ്വർഗീയ പിതാവേ, ഈ അനുഗ്രഹിക്കപ്പെട്ട ദിവസത്തിനായി ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, തിരുരക്തത്താൽ ഞങ്ങൾ ഓരോരുത്തരെയും കഴുകണമേ. വചനം കേട്ട് ജീവിതം സമർപ്പിച്ചവരുടെ മേൽ തൃക്കരം വരണമേ. അറുക്കപ്പെട്ട കുഞ്ഞാടിൻ്റെ വലിയ രക്തത്താൽ ഓരോരുത്തരെയും മുദ്രയിടണമേ, അനുഗ്രഹിക്കണമേ, ആശ്വസിപ്പിക്കണമേ, ആശീർവദിക്കണമേ, സർവ്വനന്മകളാൽ നിറയ്ക്കണമേ. ക്രിസ്തുയേശുവിൻ അൻപുള്ള നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. കൃപയോട് കേട്ടുത്തരമല്ലുമാറാകണമേ. ആമീൻ. ഹല്ലേലൂയ.